സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ രാജ്യം സംഘടിപ്പിച്ചു. അതിൽ ഒരു പരിപാടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അതിൽ വെച്ച് പറഞ്ഞത് കശ്മീരിനെ വെട്ടിമുറിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണെന്ന്. അതൊരു ഞെട്ടിക്കുന്ന കഥ കൂടിയല്ലേ? അതെ, ആ കഥ പറയാം. അതായത് മോദി അവിടെ ഗുജറാത്തിലെ നർമ്മദയിലെ ഏകതാ നഗറിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. ദേശീയ ഏകതാ ദിവസം, അങ്ങനെയാണല്ലോ പട്ടേലിൻ്റെ ജന്മദിനം ആചരിക്കുന്നത്. അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയും, പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സ്റ്റാച്യു. ആ ഐക്യപ്രതിമയിൽ ഹാരാർപ്പണം ചെയ്ത ശേഷം മോദി പറഞ്ഞത് ഇതാണ്: കശ്മീർ മൊത്തത്തിൽ ഇന്ത്യയിൽ ചേരണം എന്നാണ് പട്ടേൽ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ കോൺഗ്രസ്സിന് നട്ടെല്ലുണ്ടായിരുന്നില്ല. നെഹ്റു പട്ടേലിൻ്റെ ആ ആഗ്രഹത്തിന് തടസ്സമായി. ഇന്നത്തെ യുവാക്കൾക്ക് ഈ വിവരം അറിയില്ല. പട്ടേലിന് മറ്റ് നാട്ടുരാജ്യങ്ങൾ ലയിച്ചതുപോലെ തന്നെ കശ്മീരും ഇന്ത്യയിൽ ലയിക്കണം എന്നായിരുന്നു. എന്നാൽ നെഹ്റു ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. കശ്മീരിന് പ്രത്യേക ഭരണഘടനയും മുദ്രയും ഉണ്ടാക്കി കൊടുത്തു. കോൺഗ്രസ് ചെയ്ത ഈ തെറ്റിൻ്റെ തീയിൽ രാജ്യം ദശകങ്ങൾ വെന്തു. ഇതാണ് മോദി പറഞ്ഞത്. അപ്പോൾ 560 നാട്ടുരാജ്യങ്ങളാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ 560 രാജ്യങ്ങൾ മറ്റേ ക്രൂഷ്ചേവ് റഷ്യൻ നേതാവ് പറഞ്ഞത്, ഒരു രാജാവിനെ പോലും കൊല്ലാതെ, ഒരു രാജാവിൻ്റെ പോലും രക്തം ചിന്താതെ ഇത്രയും രാജഭരണങ്ങൾ ലോകത്തൊരു സ്ഥലത്തും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ്. സാർ ചക്രവർത്തിമാരെയൊക്കെ കുടുംബങ്ങളെയൊക്കെ കൂട്ടക്കൊല ചെയ്ത സ്ഥലമല്ലേ അത്, കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ BP മേനോൻ അല്ലേ വലങ്കയായി നിന്ന് ബലം പ്രയോഗിക്കേണ്ട അടുത്ത് ഉപായവും ചർച്ചയും ഒക്കെ ആയിട്ട് അല്ലേ 560 നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തത്. ഹൈദരാബാദിലാണ് കുറച്ചെങ്കിലും നൈസാമിൻ്റെ അടുത്ത് അല്ലേ. അതെ, കാരണം റസാക്കർമാർ എന്ന് പറഞ്ഞൊരു സംഘം നൈസാമിനുണ്ടായിരുന്ന കൊണ്ട് അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്നിട്ട് മോദി പറഞ്ഞു, കോൺഗ്രസ്സിൽ ഒരു കുടുംബത്തിന് പുറത്ത് ഓരോ വ്യക്തിയും, കോൺഗ്രസ്സിൽ ഒരു കുടുംബത്തിന് പുറത്ത് ഓരോ വ്യക്തിയും ആശയവും തൊട്ടുകൂടാത്തതാണ്, അയിത്തമാണ് എന്നും മോദി ഇതിൻ്റെ അകത്ത് പറഞ്ഞു. ഇനി നമുക്ക് മറ്റേ നെഹ്റു എങ്ങനെയാണ് കശ്മീരിനെ വെട്ടിമുറിച്ചതെന്ന് നോക്കാം. ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് അന്ന് മുഖ്യമന്ത്രി, അന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്നാണ് പല സ്ഥലത്തും. ഇവിടെ പട്ടംതാണ് പിള്ളയും പ്രധാനമന്ത്രിയായിരുന്നു ഓരോ സ്ഥലത്തും. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് നെഹ്റു വഴങ്ങുകയാണ് ചെയ്തത്. അവിടെ രാജാവായിരുന്ന ആൾ ഹരിസിംഗ്. ഹരിസിംഗിൻ്റെ മകനാണ് പിന്നീട് കോൺഗ്രസിൻ്റെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന കരൺ സിംഗ്. അപ്പോൾ ഹരിസിംഗ് പണ്ട് പാരീസിൽ വെച്ചിട്ടേ ഒരു സ്ത്രീ ഹരിസിംഗിനെതിരെ കുഴപ്പം പിടിച്ചൊരു സ്ത്രീ കേസ് കൊടുത്ത സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കോമ്പൻസേഷൻ ആ സ്ത്രീക്ക് അയാൾ കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്തു. ഒരു ബ്ലാക്ക് മെയിലിങ്ങിൽ പെട്ടുപോയ കേസാണത്. അപ്പോൾ ഹരിസിംഗ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ അത് 1947 ഒക്ടോബറിൽ ഒപ്പിടുന്നു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലയിക്കുന്നു, ലയന കരാർ. അത് ഒപ്പിടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കശ്മീരിനും മറ്റേ പാകിസ്ഥാനിനും ഇടയ്ക്കുള്ള ഗോത്രവർഗങ്ങളെ മുൻനിർത്തി ഗോത്രവർഗങ്ങൾക്ക് ഉള്ളിൽ പാകിസ്ഥാൻ ജനറൽമാർ നുഴഞ്ഞു കയറിയിട്ട് ഇവർ കശ്മീരിലേക്ക് കയറി. എന്നിട്ട് കശ്മീരിലേക്ക് കയറിയിട്ട് വലിയ പോരാട്ടം നടന്നു അവിടെ. ആ പോരാട്ടം നടന്നിട്ട് ആമിർപൂർ ജയിലിലുമൊക്കെ വലിയ പോരാട്ടമൊക്കെ നടന്നു. അങ്ങനെ ആണ് ഈ POK ഉണ്ടായി പോകുന്നത്. ഒരു ഘട്ടത്തിൽ വെച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് നെഹ്റു. അതുവരെയുള്ള സ്ഥലം പാകിസ്ഥാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ സങ്കീർണ കാരണങ്ങൾ കൊണ്ട് പ്രത്യേക ബന്ധം കശ്മീരുമായിട്ട് വേണം എന്ന് നെഹ്റു തീരുമാനിക്കുന്നു.
കശ്മീരിൻ്റെ സ്വയംഭരണം സംരക്ഷിക്കണം എന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ ആജ്ഞയ്ക്ക് വഴങ്ങുന്നു. ജമ്മു കശ്മീരിന് പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ കശ്മീരിന് പ്രത്യേക നിയമം ഉണ്ടാക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ മന്ത്രിസഭയുടെ അപേക്ഷ മുഴുവൻ വകവെച്ച് കൊടുക്കുന്നു. നെഹ്റു ജനിച്ച സ്ഥലമാണല്ലോ. അതുകൊണ്ട് 1950 ഇന്ത്യൻ ഭരണഘടന വരുന്നു. അതിൽ 370 വകുപ്പ് നെഹ്റുവിൻ്റെ താല്പര്യപ്രകാരം അതിൻ്റെ അകത്ത് ചേർക്കുക. കശ്മീരിൻ്റെ കാര്യം മാത്രം പറയുന്ന 370 പ്രത്യേക പദവി കൊടുക്കുന്നത്. താൽക്കാലികമായിട്ടാണ് പ്രത്യേക പദവി 370 മറ്റേ എന്ന് പറയുന്നുണ്ട്. താൽക്കാലികമായിട്ടാണ് ഈ പദവി കൊടുക്കുന്നത്. കശ്മീരിന് സ്വന്തം ഭരണഘടന ഉണ്ടാകുന്നത് വരെയായിരിക്കും ഇത് എന്നും പറയുന്നുണ്ട്. കേന്ദ്ര നിയമങ്ങൾക്ക് കശ്മീരിൽ പരിധി ഉണ്ടാകും എന്ന് ഈ ആർട്ടിക്കിൾ 370 പറയുന്നുണ്ട്. 370 പ്രകാരം ചില കേന്ദ്ര നിയമങ്ങൾ കശ്മീരിലെ സംസ്ഥാന നിയമസഭ അംഗീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിന് അവിടെ പ്രതിരോധം, വിദേശകാര്യം, കമ്മ്യൂണിക്കേഷൻസ്, ഈ 3 കാര്യമേ അവിടെ ഇന്ത്യൻ സർക്കാരിനുള്ളൂ. ബാക്കി ഒക്കെ അവിടുത്തെ നിയമസഭ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേക പദവി കൊണ്ട് വന്നത്. ഒക്ടോബർ 17, 1949 അന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 370 വകുപ്പ്, കശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്ന 370 വകുപ്പ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ നെഹ്റുവിൻ്റെ നിർബന്ധത്താൽ ആണ് അത് ചെയ്യുന്നത്. 1952 ജൂൺ 26, ഓഗസ്റ്റ് 7, 1952 ജൂൺ 26, ഓഗസ്റ്റ് 7 ഈ 2 ദിവസങ്ങളിൽ ഈ 370 വകുപ്പിനെ പറ്റി ലോക്സഭയിൽ ചർച്ച നടന്നിട്ടുണ്ട്. 2 ദിവസം നമ്മൾ ഭരണഘടനാ രേഖകൾ നോക്കുമ്പോൾ ഈ 2 ദിവസം ചർച്ച നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയോട് ആദരവുണ്ട്. നെഹ്റു അവിടെ പ്രസംഗിച്ചതാണ് ലോക്സഭയിൽ. 1952 ജൂൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞുള്ള ലോക്സഭയിൽ ഇന്ത്യൻ ഭരണഘടനയോട് എനിക്ക് ആദരവുണ്ട്, എന്നാൽ ജമ്മു കശ്മീർ ജനതയുടെ അഭീഷ്ടത്തിനോടും എനിക്ക് ആദരവുണ്ട്. നെഹ്റു പറയുകയാണ്. 2 രാജ്യങ്ങൾ പോലെ സംസാരിച്ചിരിക്കുന്നത്. കശ്മീർ ജനത്തിന് ഇന്ത്യൻ ഭരണഘടന വേണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കണം, ആദരിക്കണം. കശ്മീരിന് ഇന്ത്യൻ ഭരണഘടന വേണ്ടെങ്കിൽ നമ്മളത് ആദരിക്കണം. നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ വാചകം ഞാൻ പറയുന്നത്. ഇതൊന്നും പുറത്ത് പറയാറില്ലല്ലോ ആരും. മുഖ്യധാരാ മാധ്യമങ്ങൾ പറയില്ല, കോൺഗ്രസ് നേതാക്കൾ പറയില്ല. കശ്മീർ ജനത്തിന് ഇന്ത്യൻ ഭരണഘടന വേണ്ടെങ്കിൽ അത് വേണ്ട. അതല്ലേ പിൽക്കാലത്ത് സിനജി ഈ കശ്മീർ തീവ്രവാദികളും പറഞ്ഞുകൊണ്ട് കിടന്നത്. ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ടല്ലേ ഒരു ഇന്ത്യൻ ഭരണഘടന കത്തിക്കുന്നത്. യുദ്ധം ചെയ്തു നമ്മൾ കശ്മീരിനോട്. അതാണ് ഈ 1948 ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അവിടെ ആമീർപൂറും ഒക്കെ യുദ്ധം ചെയ്ത് POK ഉണ്ടായിപ്പോയ. ലോകത്ത് നമ്മൾ പോരാടി, ഐക്യരാഷ്ട്രസഭയിലും നമ്മൾ പോരാടി കശ്മീരിന് വേണ്ടി. പക്ഷേ ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും കൂടി നമ്മൾ പോരാടി. നെഹ്റു പറയുക, കശ്മീർ ജനതയുടെ ഹൃദയത്തിലും മനസ്സിലും കൂടി പോരാടി. അപ്പോൾ ഈ ഷെയ്ഖ് അബ്ദുള്ള ഈ പ്രത്യേക പദവി കശ്മീരിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നെഹ്റു, അംബേദ്കർ ആണല്ലോ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ നെഹ്റു പറഞ്ഞു, നിങ്ങൾ അംബേദ്കറെ പോയി കാണൂ എന്ന് പറഞ്ഞു ഷെയ്ഖ് അബ്ദുള്ളയോട്. ഷെയ്ഖ് അബ്ദുള്ള അംബേദ്കറെ പോയി കണ്ടിട്ട് ഈ പ്രത്യേക പദവി വേണമെന്ന് പറഞ്ഞു. അംബേദ്കർ സമ്മതിച്ചില്ല. അംബേദ്കർ സമ്മതിക്കാത്തപ്പോൾ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ N. ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്. N. ഗോപാലസ്വാമി അയ്യങ്കാർ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലും ഉണ്ട്, അംഗമാണ്, നിയമമൊക്കെ നോക്കുന്നത്. അപ്പോൾ നെഹ്റു N. ഗോപാലസ്വാമി അയ്യങ്കാരോട് ആർട്ടിക്കിൾ 37 നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഈ കശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്ന
വകുപ്പ് അങ്ങെഴുതൂ എന്ന് എൻ ഗോപാലസ്വാമി അയ്യങ്കാരോട് പറഞ്ഞു. എൻ ഗോപാലസ്വാമി അയ്യങ്കാരി നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ചേരുന്നതിന് മുമ്പ് ആരായിരുന്നു എന്നറിയോ? ഈ കശ്മീർ രാജാവായ ഹരിസിംഗിൻ്റെ ദിവാനായിരുന്നു. അപ്പോൾ അവിടുത്തെ മനസ്സും ഷേഖ് അബ്ദുള്ളയുടെ മനസ്സും ഒക്കെ അറിയാമല്ലോ ഗോപാലസ്വാമി അയ്യങ്കാർക്ക്. പക്ഷേ ഷേഖ് അബ്ദുള്ളയുമായിട്ട് ഈ ചർച്ച ചെയ്ത് വരുന്തോറും ഷേഖ് അബ്ദുള്ളയെ ഗോപാലസ്വാമി അയ്യങ്കാർക്ക് മടുത്തു. ഒരുപാട് ഡിമാൻഡുകൾ ഇങ്ങനെ വെക്കുകയാണ്. ഇതൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന സാധനമല്ല ഈ അബ്ദുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോപാലസ്വാമി അയ്യങ്കാർ എഴുതിയൊരു കത്തിൽ പറയുകയാണ്, ഷേഖ് അബ്ദുള്ളക്ക് എഴുതിയൊരു കത്തിൽ വാചകമാണ് ഞാൻ പറയുന്നത്. നമ്മൾ തമ്മിൽ രാവിലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം എനിക്ക് മടുത്തു. കത്തെഴുതിയിരിക്കുക ഷേഖ് അബ്ദുള്ളയ്ക്ക്. നെഹ്റു ആ കാലത്ത് അമേരിക്കയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അയ്യങ്കാർ പോയിട്ട് പട്ടേലിനെ കണ്ടു ഈ പ്രശ്നമൊക്കെ ചർച്ച ചെയ്യാൻ. അപ്പോൾ പട്ടേൽ പറഞ്ഞു, ഇത് നെഹ്റുവിൻ്റെ ഒരു പൂതിയാണിത്, പ്രത്യേക പദവി എന്ന് പറയുന്നത്. JNK ഇന്ത്യയുടെ ഭാഗമാകണം, അതിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന് വലിയ ഭീഷണിയായിരിക്കും എന്ന് അന്ന് തന്നെ പട്ടേൽ പറയുന്നുണ്ട്. സംഗതി ശരിയായിരുന്നു. 1949 ഒക്ടോബർ 17 ഈ പ്രത്യേക പദവി കൊടുക്കുന്ന ആർട്ടിക്കിൾ 370 അത് പാസ്സായി. 1949 ഒക്ടോബർ 17 അത് പാസ്സായി. ശരിക്കും പറഞ്ഞാൽ ഈ ജമ്മു കാശ്മീരെ വെട്ടിമുറിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതിന് ജവഹർലാൽ നെഹ്റു ആണ് ആതിഥേയത്വം വഹിച്ചതെന്ന് പറയേണ്ടി വരും അല്ലേ? ഞാൻ പറഞ്ഞല്ലോ 1948 മറ്റേ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നു. ഈ അഹിംസ പറഞ്ഞിരുന്ന ഗാന്ധി ആ സമയത്തൊക്കെയാണ് ഈ 47 വിഭജനത്തിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ് യുദ്ധം ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള നിലപാടിലേക്ക് ഗാന്ധി വരുന്നത്. ഗാന്ധി അങ്ങനൊരു നിലപാട് വന്നത് തന്നെ പലർക്കും അറിഞ്ഞുകൂടാ. ഇയാൾ അഹിംസയുടെ ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനെ ഗാന്ധി അനുകൂലിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 1948 ഈ അവർ മറ്റേ കശ്മീരിൻ്റെ കുറേ ഭാഗം പിടിച്ചിട്ട് പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാൻ്റെ കയ്യിലായ ശേഷം ആണ് ഈ 1949 ഞാൻ പറഞ്ഞു ഒക്ടോബർ 17 ആർട്ടിക്കിൾ 370 പാസ്സാക്കുന്നത്. അപ്പോഴേക്കും കശ്മീരിൻ്റെ കുറേ ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലാണ്. അങ്ങനെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നെഹ്റു ചെയ്തത്. അവർ പഞ്ചാബ് വരെ വന്നു കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണല്ലോ നെഹ്റു ഏകപക്ഷീയമായിട്ട്. അതാണ് സംഭവിച്ചത്. എന്നിട്ട് അയാളിത് ഇന്റർനാഷണലൈസ് ചെയ്തു, ഐക്യരാഷ്ട്രസഭയെ ഇടപെടാനായിട്ട് അനുവദിച്ചു. നമ്മൾ ഹാജിപ്പൂർ ചുരമൊക്കെ നമ്മളെ പട്ടാളം ഒരുപാട് ശ്രമം കൊണ്ട് പിടിച്ചിരുന്നു. ഹാജിപ്പൂർ ചുരം പിടിച്ചത് പിന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് താഷ്കണ്ടിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കരാറിലാണ് അത് വിട്ടുകൊടുക്കുന്നത്. മറ്റേ അങ്ങനെ വിട്ടുകൊടുത്തതോടുകൂടി അതുവഴിയാണ് കാടും മലയും ഒക്കെ വിട്ടുകൊടുത്ത അതുവഴിയാണ് ഈ ഭീകരര് കശ്മീരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നെഹ്റു ഇന്ത്യയെ ഒറ്റിയത്. ഈ മോദി പറഞ്ഞതാണ് ശരി, ചരിത്രം അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.